കുട്ടികളെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ കഴിഞ്ഞ പ്രോബ്ലംസൊക്കെ എല്ലാവരും ചെയ്തുവോ എന്ന് എനിക്കറിയില്ല. ചെയ്തിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അടുത്ത പ്രോബ്ലം പറയുകയാണ്. ഇനി ഒരു കുറച്ച് പ്രോബ്ലം കൂടി പറഞ്ഞാൽ ചാപ്റ്റർ കഴിയും. ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരാം കേട്ടോ. എന്നിട്ട് പരീക്ഷയൊക്കെ വെക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. പി ഓഫ് എൻ 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പഴയ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇവിടെ 7n - 3n എന്നിന് ഏത് വില കൊടുത്താലും കിട്ടുന്ന നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യണം. അത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യണം. ഇവിടെ LHS RHS ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ രീതി വ്യത്യസ്തമാണ്. ആദ്യം എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n = 1. P of 1 എന്ന് പറഞ്ഞാൽ 7 - 3 ഇത് 4 ആണ്. ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് നമുക്കറിയാം. സോ P of 1 ഈസ് ട്രൂ. അടുത്ത സ്റ്റെപ്പാണ് അസ്യൂം P of k ഈസ് ട്രൂ. ദാറ്റ് ഈസ് 7k - 3k ഈസ് ഡിവിസിബിൾ ബൈ 4. 7k - 3k ഡിവിസിബിൾ ബൈ 4 മീൻസ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. 4 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ അതിനെ നമുക്ക് 7k - 3k = 4d എന്ന് എഴുതാം. അതിൽ നിന്ന് 7k കണ്ടുപിടിക്കുക. 4d + 3k. വേറൊരു രീതിയും കൂടി ഉണ്ട് കേട്ടോ. 2 രീതിയും പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോ കേട്ടോ. ഇനി P of k + 1. P of kയിൽ മാത്രമേ 2 രീതിയുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. P of k + 1 7k + 1 - 3k + 1. അതിന് 7k × 7 എഴുതാം. am + n ആണ്. am × an - 3k × 3. ഇനി ഡിവിസിബിൾ ബൈ 4 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ 7നെ മാറ്റി 7k മാറ്റി 4d + 3k നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4d + 3k × 7 - 3k × 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 4d × 7 പറഞ്ഞാൽ 28d + 3k × 7 പറഞ്ഞാൽ 7 × 3k എന്ന് എഴുതാവൂ കേട്ടോ. അല്ലാതെ 21k എന്ന് എഴുതരുത്. കാരണം k 3ന് മാത്രമേ ഉള്ളൂ. -3 × 3k 28d അങ്ങനെ തന്നെ എഴുതി. ഇവിടെ നിന്ന് 2നും 3k കോമൺ ആയിട്ട് എടുത്തു. ബ്രാക്കറ്റ് ഇട്ടു. ഇവിടെ 7 - 3 7 - 3 4 ആണല്ലോ. 28d + 3k × 4 28d പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ 4 ആണ്. ഇവിടെ × 4 ഉള്ളത് കാരണം ഇതും ഡിവിസിബിൾ ബൈ 4 ആണ്. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 4. ദാറ്റ് ഈസ് P of k + 1 ഈസ് ട്രൂ. ഹെൻസ് P of n ഈസ് ട്രൂ ഫോർ ഓൾ n. സെക്കൻഡ് മെത്തേഡ് പറയാം. ഏതാണോ എളുപ്പം അത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. P of k + 1 എഴുതി. 7k + 1 - 3k + 1. അതിനെ നമ്മൾ 7k × 7 - 3k × 3 എന്ന് എഴുതി. ഇനി ചെയ്യാൻ പോകുന്നത് ഡിവിസിബിൾ ബൈ 4 ആയത് കാരണം ഈ 7നെ 4 + 3 എന്ന് എഴുതാം. കാരണം 4ൻ്റെ ഡിവിസിബിൾ ആയത് കാരണമാണ് 4 + 3 എഴുതിയത് കേട്ടോ. അതല്ലെങ്കിൽ 3നെ 7 - 4 ഏതെങ്കിലും ഒന്ന് മാറ്റിയാൽ രണ്ടും കൂടി മാറ്റരുത് കേട്ടോ. അപ്പോൾ 7k × 7 എന്നുള്ളതിന് 4 + 3 എന്ന് എഴുതി. -3k × 3 ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 7k × 4 ഒരെണ്ണം, 7k × 3 ഒരെണ്ണം, -3k × 3 7k × 4 അങ്ങനെ തന്നെ എഴുതി. അടുത്ത 2 ടേമിലും കോമൺ ഫാക്ടർ 3 ആണ്. അതെടുത്തപ്പോൾ ബാക്കി 7k - 3k 7k - 3k P of k ആണ്. അത് ഡിവിസിബിൾ ബൈ 4 ആണ്. ഇവിടെ × 4 ഉണ്ട്. ഇതും ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. സോ ഈസ് ഡിവിസിബിൾ ബൈ 4. ഹെൻസ് P of k + 1 ഈസ് ട്രൂ. മനസ്സിലായില്ലേ? അടുത്ത പ്രോബ്ലം ശ്രദ്ധിച്ചോ. P of n x⁻n - y⁻n ഈസ് ഡിവിസിബിൾ ബൈ x - y. എന്നിന് ഏത് വില കൊടുത്താലും കിട്ടുന്ന ആൻസർ x - y കൊണ്ട് ഹരിക്കാൻ പറ്റണം. അപ്പോൾ എന്നിന് 1 കൊടുത്തപ്പോൾ P of 1 x - y. x - y ഈസ് ഡിവിസിബിൾ ബൈ x - y ആണെന്ന് നമുക്കറിയാം. P of 1 ഈസ് ട്രൂ. അസ്യൂം P of k ഈസ് ട്രൂ. ഇതൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റണ സെൻറ്റൻസുകളാണ് കേട്ടോ. x⁻k - y⁻k ഈസ് ഡിവിസിബിൾ ബൈ x - y. x - y കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ x - yയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ x⁻k - y⁻k = x - y × d. ഇതിൽ നിന്ന് x⁻k കണ്ടുപിടിക്കുന്നു. എല്ലാത്തിലും ഒരേ റൂളാണ് കേട്ടോ. x⁻k = x - y × d + y⁻k. ഇനി P of k + 1 എഴുതുന്നു. x⁻k + 1 - y⁻k + 1. x⁻k + 1നെ x⁻k × x എന്ന് എഴുതി. -y⁻k × y. x⁻kന് പകരം x - y × d + y⁻k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബ്രാക്കറ്റ് ഇട്ടു. × x
മൈനസ് വൈ റേസ് ടു കെ ഇൻറ്റു വൈ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി ഇൻറ്റു എക്സ് പ്ലസ് വൈ റേസ് ടു കെ ഇൻറ്റു എക്സ് മൈനസ് വൈ റേസ് ടു കെ ഇൻറ്റു വൈ. എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി എക്സ് അങ്ങനെ തന്നെ എഴുതി. ഈ രണ്ട് ടേമിൽ നിന്ന് വൈ റേസ് ടു കെ കോമൺ ആയിട്ട് എടുത്തു ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇവിടെയും എക്സ് മൈനസ് വൈ ഉണ്ട്, ഇവിടെയും എക്സ് മൈനസ് വൈ ഉണ്ട്. ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ. സോ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ. ഹെൻസ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ. അതല്ല എങ്കിൽ പി ഓഫ് കെ പ്ലസ് വണ്ണിനെ എക്സ് റേസ് ടു കെ പ്ലസ് വൺ മൈനസ് വൈ റേസ് ടു കെ പ്ലസ് വൺ ഇക്വൽ ടു എക്സ് റേസ് ടു കെ ഇൻറ്റു എക്സ് മൈനസ് വൈ റേസ് ടു കെ ഇൻറ്റു വൈ. നമുക്ക് കിട്ടേണ്ടത് എക്സ് മൈനസ് വൈ കൊണ്ട് ഡിവിസിബിളാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ എക്സിനെ വേണമെങ്കിൽ എക്സ് പ്ലസ് വൈ മൈനസ് വൈ എന്ന് എഴുതാം. ഞാൻ വേറൊരു രീതിയാണ് എഴുതിയത്. അതിനേക്കാളും എളുപ്പത്തിൽ ഈ രീതി വേണ്ട, മറ്റേതാണ് എളുപ്പം. എക്സ് റേസ് ടു കെ ഇൻറ്റു നമുക്ക് വേണ്ടത് എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ എക്സ് എന്നുള്ളതിനെ എക്സ് മൈനസ് വൈ പ്ലസ് വൈ എന്ന് എഴുതാം. മൈനസ് വൈ റേസ് ടു കെ ഇൻറ്റു വൈ. ഇത് വേണ്ട കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എക്സ് റേസ് ടു കെ ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് റേസ് ടു കെ ഇൻറ്റു വൈ മൈനസ് വൈ റേസ് ടു കെ ഇൻറ്റു വൈ. അപ്പോൾ എക്സ് റേസ് ടു കെ ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് ഇതൊന്ന് വൈ കോമൺ ആയിട്ട് എടുത്തു. എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ. ഇത് പി ഓഫ് കെ ആണ്. അപ്പോൾ ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആയിരിക്കും. ഇവിടെ എക്സ് മൈനസ് വൈ ഉണ്ട്, അപ്പോൾ ഇതും ഡിവിസിബിൾ ആണ്. സോ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ. ഹെൻസ് പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ. ഹെൻസ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ. ഏത് രീതിയാണോ എളുപ്പം അത് പഠിക്കുക കേട്ടോ. ഇത് വേറൊരു രീതിയാണ്, ഇത് വേണ്ട. ഇതിനേക്കാളും എളുപ്പം ഇതാണ്. അതായത് എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് ആ ടേമിൻ്റെ സമ്മായിട്ട് അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ട് എഴുതുക. അതാണ് റൂള്. അപ്പോൾ എക്സിനെ എക്സ് മൈനസ് വൈ പ്ലസ് വൈ എന്ന് എഴുതാം. മൈനസ് വൈയും പ്ലസ് വൈയും കട്ടായി പോകുമല്ലോ. അപ്പോൾ റൂള് മനസ്സിലാക്കുക. ഏതുകൊണ്ട് ഡിവിസിബിൾ ആണോ ആ ടേം കിട്ടണം. അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. അത് നമ്മുടെ സൗകര്യം കേട്ടോ.